സ്കൂളിലും കോളേജിലൊക്കെ പോയി പഠിച്ച് പ്രാന്തായി സ്ട്രെസ്സ് കയറി ഇരിക്കുകയാണ്. ഇപ്പം അതും അല്ലെങ്കിൽ ഡ്യൂട്ടിയും കഴിഞ്ഞ് ഓഫീസൊക്കെ കഴിഞ്ഞ് ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒരു ജേണൽ ചെയ്യണത് നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ ജേണൽ ചെയ്യാൻ അറിയില്ല, എങ്ങനെയാണ് ജേണലൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ജേണല് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാം. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വെച്ച് കുത്തിവരച്ചാൽ അതടക്കം നമുക്ക് ജേണലായിട്ട് കൺസൾട്ട് ചെയ്യാം. അതിപ്പോൾ എന്തെങ്കിലുമൊക്കെ വെട്ടി ഒട്ടിക്കുകയോ അല്ലോ കയ്യിലുള്ള സ്റ്റിക്കേഴ്സൊക്കെ റാൻഡമായിട്ട് ഒട്ടിക്കുകയോ അല്ലെങ്കിൽ ഒരു പെന്നോ പെൻസിലോ സ്കെച്ചോ എന്തെങ്കിലുമൊക്കെ വെച്ച് 2-3 വരയൊക്കെ വരച്ചു കൊടുത്താൽ അതൊരു ജേണലായി. അതായത് ജേണൽ ചെയ്യാൻ ഇന്ന റൂൾസ് വേണമെന്ന് പ്രത്യേകിച്ച് റൂൾസോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങളുടേതായിട്ടുള്ള ജേണൽസ് അടിപൊളിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ എന്നിട്ടും ചെയ്യാൻ മടിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ യൂട്യൂബ് നോക്കിയിട്ടോ പിൻട്രസ്റ്റ് നോക്കിയിട്ടോ ഇഷ്ടം പോലെ റെഫറൻസ് പിക്സും ട്യൂട്ടോറിയൽ വീഡിയോയും ഇഷ്ടം പോലെ കിട്ടും. അതൊക്കെ നോക്കി ഇൻസ്പയർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഞാനൊരു സത്യം പറയട്ടെ, നമ്മൾ ആരും ശരിക്കും ജേണൽ ചെയ്യാത്തവരല്ല. എല്ലാവരും ജസ്റ്റ് നമ്മൾ സ്കൂളിലൊക്കെ ഇരിക്കുമ്പോൾ ബോറടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെന്നെടുത്ത് ചുമ്മാ കുത്തി വരയ്ക്കുകയൊക്കെ ചെയ്യും. അത് ആക്ച്വലി ഒരു ജേണലായിട്ട് നമുക്ക് കൺസൾട്ട് ചെയ്യാം. അപ്പോൾ ഇനി പറ, നിങ്ങൾ ജേണൽ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? അപ്പോൾ അതെന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ ചെയ്ത റാൻഡം ജേണൽ എങ്ങനെയുണ്ടെന്നും കൂടി കമൻറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോ കാണാം ഫ്രണ്ട്സ്. ബൈ.